പത്തനംതിട്ടയിലെ +2 വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കിയ പോലീസ്. പോസ്റ്റ്മോർട്ടത്തിൽ പെൺകുട്ടി ഗർഭിണിയാണെന്ന് വ്യക്തമായതോടെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ മാസം 25-ന് പുലർച്ചെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് പെൺകുട്ടി മരണമടഞ്ഞത്. മരിച്ച പെൺകുട്ടിയുടെ സഹപാഠിയുടെ രക്തസാമ്പിൾ പോലീസ് പരിശോധിക്കും. DNA പരിശോധനയ്ക്കായാണ് രക്തം ശേഖരിക്കുന്നത്. സഹപാഠിയുമായ പെൺകുട്ടി പ്രണയത്തിലായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. കുട്ടിയുടെ പിതൃത്വം തെളിഞ്ഞാൽ സഹപാഠിക്കെതിരെ നിയമ നടപടിയുണ്ടാകും. കേസിൽ പോക്സോ വകുപ്പ് കൂടി പോലീസ് ചുമത്തിയിരുന്നു. അസ്വാഭാവിക മരണത്തിനെടുത്ത എഫ്ഐആറിന് പുറമെയാണ് പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പെൺകുട്ടി ഗർഭിണിയായിരുന്നുവെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് പോക്സോ വകുപ്പ് ഉൾപ്പെടെ പോലീസ് ചുമത്തിയത്. നവംബർ 22-നാണ് ജില്ലയിലെ സർക്കാർ ആശുപത്രിയിൽ പനിക്ക് ചികിത്സ തേടി 17-കാരി എത്തിയത്. അണുബാധ കണ്ടെത്തിയതോടെ വിദഗ്ധ ചികിത്സയ്ക്ക് നിർദ്ദേശിച്ചു. ബന്ധുക്കൾ പെൺകുട്ടിയെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 25-ന് പുലർച്ചെ പെൺകുട്ടി മരിക്കുകയായിരുന്നു. മരണത്തിൽ സംശയം തോന്നി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് 5 മാസം ഗർഭിണിയെന്ന് കണ്ടെത്തിയത്. ഗർഭം ഒഴിവാക്കാൻ പെൺകുട്ടി അമിത അളവിൽ മരുന്ന് കഴിച്ചത് അണുബാധയ്ക്കും മരണത്തിനും കാരണമായോ എന്നും പോലീസ് സംശയിക്കുന്നു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.